ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പെരുന്നാൾ ലീവൊക്കെ കഴിഞ്ഞതുകൊണ്ട് അപ്പം അങ്ങനല്ലേ. അപ്പോൾ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ലീവ് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഒന്ന് ഈവനിങ് വാക്ക് പുറത്തൊന്ന് പോയി വരാമെന്നുള്ള ഇതിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കോർണിഷ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നടന്ന് കോർണിഷിലെത്തി വീണ്ടും കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് നടന്നാലേ നമ്മളെ പാർക്ക് എത്തുള്ളൂ. അങ്ങനെ ചുറ്റുവട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഫ്രണ്ട്സൊക്കെ പാടെ ഇങ്ങനെ നടന്ന്. പക്ഷേ എന്തെന്നറിയത്തില്ല, ഇന്ന് റോഡുകളൊക്കെ എംപ്റ്റിയാണ്. നല്ല ക്ലൈമറ്റാണ്. ആളുകളൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇനി എല്ലാവരും ദുബായിലോട്ട് വെച്ച് പിടിച്ചോന്ന് അറിയത്തില്ല. ഏകദേശം കുറച്ചും പാടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പാർക്ക് എത്തും. അവിടെ എത്തിയിട്ട് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ പങ്കിടാം. Talk is cheap, so why don't we just take a stand? So many days I've been away, just hoping you would find me. We're not okay, just feel the rage that's burning up inside me. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പാർക്കിലെത്തി. നല്ല ക്ലൈമറ്റാട്ടോ, അടിപൊളി. എന്താണ് പച്ചപ്പ്, നല്ല പാർക്കിങ്ങിന് നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ ഇവിടെ. സൂപ്പറായിട്ടുണ്ട്. നല്ല ഫാമിലി ആയിട്ടും വരാം, അതൊഞ്ഞ് ബാച്ചിലായിട്ടും ഫ്രണ്ട്സായിട്ടും വരാം. നല്ല അടിപൊളി, നല്ല പച്ചപ്പ് നിറഞ്ഞ് അങ്ങനെ പാർക്കിലോട്ടെത്തി. ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. അതുപോലെ നല്ല പച്ച നിറത്തിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പുല്ലൊക്കെ അടിപൊളിയായിട്ട് വെട്ടി നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് അതുപോലെ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ കോഫി ഷോപ്പ് കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ നിലവാരം എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം നല്ല പൈസ ഉണ്ടാവും. വെള്ളത്തിനൊക്കെ ചിലപ്പം 10 ദിർഹംസൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഏകദേശം ഇങ്ങനെ നടന്ന് പോയി കോഫി ഷോപ്പൊക്കെ കണ്ട് അങ്ങനെ നടന്ന് നല്ല രസമുള്ള പാർക്ക് കിട്ടാം. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യും. ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ മാത്രമല്ല, വലിയവർക്കും എൻജോയ് ചെയ്യാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം. ബാർബിക്ക് ചെയ്യാനും അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള നല്ല സ്പേസ് ഉണ്ടെന്ന്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് കണ്ടില്ലേ. ഇന്ന് നല്ല കാലിയാണ് കേട്ടോ ഇവിടെ. മറ്റ് ദിവസങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ട് നല്ല ഹൗസ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൗണ്ടൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും ഒന്നും ഇറങ്ങിയിട്ട് ഒരാൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താണ് അറിയത്തില്ല, ഇന്ന് കാലിയാണ് ഗ്രൗണ്ടൊക്കെ. ഈ പാർക്കിൻ്റെ ഉള്ളിൽ അനവധി ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് കാണുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട്. അതുപോലെ
ഇനി ബാർബിക്ക് ചെയ്യുകയാണെന്നുണ്ട് അങ്ങനെയുള്ള ഒന്നല്ല കേട്ടോ, ഒരുപാട് അടുക്കളകളുണ്ട് ഇവിടെ ബാർബിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് അതാ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടുമാണത് കുട്ടികൾക്ക്. ഇവിടെ ഒന്നും ആരുമില്ല ഇന്ന്, അറിയത്തില്ല. കുട്ടികളൊക്കെ ചിലപ്പം 6 ദിവസമായിട്ട് ക്ഷീണത്തിലാവും, ചിലപ്പം 6 ദിവസം അവധിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കാരണം. ഇനിയിപ്പോൾ നമുക്ക് ബാർബിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ചെറിയൊരു ബാർബിക്കുണ്ട്. ഇതുപോലത്തെ ഒന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ബാർബിക്ക് ചെയ്യണമെങ്കിൽ അതുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുന്ന് കഴിക്കണമെന്ന് അതിനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ബാർബിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കഴിക്കാനുള്ള ഇരിപ്പിടമുണ്ട്. പക്ഷെ നല്ല വൃത്തിയാണ് കേട്ടോ ബാർബിക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. ഇങ്ങോട്ട് വന്നാൽ മതി, സാധനമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാ സാമഗ്രികളും ഇവിടെ തന്നെ ഉണ്ട്. ഗ്രില്ലൊക്കെ അടക്കം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഇത് കണ്ട, ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് മാത്രമല്ല, ഒരുപാടുണ്ട് ഇവിടെ. क्या तुमने कभी किसी से प्यार किया है? हाँ, एक लड़की है, बिल्कुल तुम्हारी तरह, बहुत सुंदर, बहुत भोली और थोड़ी पागल भी. लेकिन मेरे प्यार की खबर सिर्फ मेरे दिल को है. उसे बताया क्यों नहीं? शिकायत कर दूं तुझको गले लगा कर, तेरी शिकायत कर दूं तुझको गले लगा कर, तेरी गलतियों को फिर से जाऊं तुझको समझा कर. मैं जा रहा हूँ दूर, तुम आवाज दोगी क्या? मैं जा रहा हूँ दूर, तुम आवाज दोगी क्या? जो है मांगा तो दिल ये हासिल हो गया. അങ്ങനെ അതൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു സ്നേഹിതനെ കണ്ടുമുട്ടിയത്. കണ്ടില്ലേ, നമ്മളെ സ്നേഹിതനാണ്. ഓ, എന്താണ് അറിയത്തില്ല, അവൻ ഞാൻ എന്തോ ചെയ്ത പോലെ എന്നോടൊരു എന്തോ ഒന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങോട്ട് പോയ ആൾ. അങ്ങനെ നടന്നു പോണതാ. അങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോയപ്പോഴാണ് കുറച്ച് ഫിലിപ്പീൻസുകൾ അവിടെ എന്തോ ചുടുന്നുണ്ട്. ഒന്ന് പോയി നോക്കി എന്താണെന്നുള്ളത്. ആ, ചിക്കനാണ്. ഞാനിന്ന് ഫസ്റ്റായിട്ട് കാണട്ടെ ഇവിടെ ആളുകൾ. ഇന്ന് ഇവർ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും കാണുന്നില്ല. അങ്ങനെ നടന്ന് ഏകദേശം കണ്ട് അതാ ഒരാൾ, നമ്മളൊരു സ്നേഹിതന്മാർ അവിടെ ഇരിക്കണതാ, ഒരു പൂച്ച. അപ്പോൾ സുഹൃത്തുക്കളെ, വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.